നമ്മൾ ഏറ്റവും വലിയ നന്മയുടെ പ്രതീകമായ മഹാബലിയുടെ എഴുന്നള്ളത്താണ് നാളെ. ബലി തിരുമേനിയുടെ എഴുന്നള്ളത്തിന് തയ്യാറെടുക്കാൻ മലയാളക്കരയാകെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. ഈ ഓണക്കാലത്തും പ്രധാനപ്പെട്ട വാർത്തകളെ നമ്മൾ അവഗണിക്കുന്നില്ല. ഇടുക്കിയിലെ ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു. റവന്യൂ മന്ത്രിക്ക് നൽകിയ അപേക്ഷയ്ക്ക് പിന്നാലെയാണ് കയ്യേറ്റ ഭൂമിയുടെ അതിർത്തി നിർണ്ണയിച്ച് നൽകിയത്. IG കെ സേതുരാമൻ അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിലാണ് ഗുരുതരമായ വീഴ്ചകളും ഗുരുതരമായ കണ്ടെത്തലുകളും ഉള്ളത്. കട്ടപ്പനയിൽ നിന്നും രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ വിജയൻ, ഈ ഓണക്കാലത്തും നമ്മളെ അലോസരപ്പെടുന്ന വാർത്തകൾ വരുന്നു. താങ്കൾക്ക് ഓണാശംസകൾ. എന്താണ് ഈ ചൊക്രമുടിയിൽ സംഭവിച്ചത്? SK കയ്യേറ്റക്കാരനായ സിബി ജോസഫ് കോടികൾ കൊണ്ട് ഇത്തവണ ഓണം ആഘോഷിക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ പണി പാളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചൊക്രമുടിയിലെ കയ്യേറ്റത്തിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാര്യം. IG കെ സേതുരാമൻ അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഗുരുതരമാണ്. റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ട്. വ്യാജരേഖ ചമയ്ക്കാൻ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചൊക്രമുടിയിലെ ഭൂമി മുൻപ് കൈവശം വെച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മൈജോ ജോസഫ് എന്ന് പറയുന്ന ആൾ ഈ സ്ഥലത്തിന്റെ അതിർത്തി നിർണ്ണയിച്ച് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉടുമ്പൻചോല തഹസിൽദാർക്ക് പലതവണ അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. പിന്നീടാണ് റവന്യൂ മന്ത്രിക്ക് നേരിട്ട് തീയതി ഇടാത്ത ഒരു അപേക്ഷ റവന്യൂ മന്ത്രിക്ക് സമർപ്പിക്കുന്നത്. പിന്നീട് ആ അപേക്ഷ ഇടുക്കി ജില്ലാ കളക്ടറേറ്റിലേക്ക് വരുന്നു. ജില്ലാ കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി കളക്ടർ LR മനോജ് കെ ഈ അപേക്ഷയിൽ എത്രയും വേഗം നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉടുമ്പൻചോല തഹസിൽദാർക്ക് നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയർ നേരിട്ട് ഈ സ്ഥലം ഈ കയ്യേറ്റത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. താലൂക്ക് സർവേയർ ഈ സ്ഥലം അളന്നതിന് ശേഷം മറ്റൊരു സർവേ നമ്പറിൽ പെടുന്ന സ്ഥലത്തിന്റെ നമ്പർ ഈ സ്ഥലത്തിന് വേണ്ടി ഉപയോഗിച്ച് വ്യാജ പട്ടയം ഉൾപ്പെടെ ചമച്ചു നൽകി എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുണ്ട്. റെഡ് സോണിൽ പെടുന്ന സ്ഥലമാണ്, മാത്രമല്ല സംരക്ഷിത ഭൂമിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടികളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയിരിക്കുന്നത് നിയമലംഘനമാണ്. ശുദ്ധമായ കാര്യങ്ങൾ അല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായും വ്യക്തമാകുന്ന കാര്യമാണ്. മാത്രമല്ല അനധികൃതമായിട്ടുള്ള ഒരുപാട് നിർമ്മാണങ്ങൾ ഈ ചൊക്രമുടിയിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു തടയണ ഈ ചൊക്രമുടിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അത് വലിയ തരത്തിലുള്ള പാരിസ്ഥിതിക ആഘാതത്തിന് കാരണമാകും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നത്. സ്കേൻ. താങ്ക് യു. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് ചേർന്നത്.